ഈ സന്ദർഭത്തിൽ പറയാൻ ആഗ്രഹിക്കുന്നു. ആരോഗ്യ മേഖലയിൽ നഴ്സിംഗ് മേഖല പ്രത്യേകമായിട്ട് ഒരു ശ്രദ്ധ 2006 ഗവൺമെൻറ്റിന് പതിപ്പിക്കാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു. നഴ്സിംഗ് കൗൺസിൽ പ്രത്യേകിച്ച് ഉണ്ടാക്കുന്നതിനും ഒരു വനിതയെ തന്നെ നഴ്സിംഗ് മേഖലയിലുള്ള ഒരാളെ തന്നെ രജിസ്ട്രാറായിട്ട് വെക്കുന്നതിനും അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഇലക്ഷൻ നടത്താനും ഒക്കെ സാധിച്ചു എന്ന് മാത്രമല്ല, പുതിയ നഴ്സുമാരെ കൊണ്ടുവരുന്നതിന് സർക്കാർ മേഖലയിൽ നഴ്സിംഗ് കോളേജ് തുടങ്ങുക എന്നുള്ളത് അന്നൊരു നയമായിരുന്നു. അങ്ങനെയാണ് പല നഴ്സിംഗ് കോളേജുകളും പിന്നീട് ആകെ മെഡിക്കൽ കോളേജിൻ്റെ ഭാഗമായിട്ട് 3 ഗവൺമെൻറ് നഴ്സിംഗ് കോളേജ് ആയിരുന്നു 2006 ഞാൻ വരുമ്പോൾ ഉണ്ടായിരുന്നത്. അതൊന്ന് കോഴിക്കോടായിരുന്നു നഴ്സിംഗ് കോളേജ്. എല്ലാ ജില്ലയിലും സ്കൂൾ ഓഫ് നഴ്സിംഗ് ഉണ്ട്. പക്ഷേ കോളേജ് ഓഫ് നഴ്സിംഗ് കോഴിക്കോടും തിരുവനന്തപുരത്തും അതുപോലെ കോട്ടയം, ആലപ്പുഴയിൽ ഞാൻ വന്നപ്പോഴുണ്ടായിരുന്നില്ല. അതാണ് ചെറുപ്പക്കാർക്ക് അറിയില്ല എന്ന് പറയുന്നത്. ആലപ്പുഴയിലും തൃശ്ശൂരിലുമെല്ലാം ഞാൻ വന്ന ആ കാലഘട്ടത്തിൽ കോളേജ് ഓഫ് നഴ്സിംഗ് തുടങ്ങി. അവിടെ PG കൂടി തുടങ്ങി കുട്ടികളുടെ അഡ്മിഷൻ പൂർത്തിയാക്കിയിട്ടാണ് 2011 ഞാൻ അവസാനിപ്പിച്ചത്. എന്നാൽ പണമില്ല, കോളേജ് ഓഫ് നഴ്സിംഗ് ഒന്നും ഇനി പുതുതായിട്ട് തുടങ്ങണ്ട എന്നെല്ലാമുള്ള നില വന്നപ്പോൾ ഞാൻ പുതിയ ഒരു സൊസൈറ്റി എന്നുണ്ടാക്കി. അതാണ് സിമെറ്റ്. ഈ കാസർഗോഡ് ജില്ലക്കകത്ത് ഒരു കോളേജ് ഓഫ് നഴ്സിംഗ് പോലും ഇല്ലാത്തൊരു സന്ദർഭത്തിൽ ഉദുമയിൽ ഒരു കോളേജ് ഓഫ് നഴ്സിംഗ് തുടങ്ങാനും അതിന് കെട്ടിട സൗകര്യം ഉണ്ടാക്കി കൊടുക്കാനും ഒക്കെ കഴിഞ്ഞത് ഞാൻ വളരെയേറെ അഭിമാനത്തോടുകൂടി ചിന്തിക്കുകയാണ്. പാലക്കാട് ജില്ലക്കകത്ത് വലിയ ആശുപത്രിയുണ്ട്, പക്ഷേ കോളേജ് ഓഫ് നഴ്സിംഗ് ഇല്ല. അവിടെ മലമ്പുഴയിൽ കോളേജ് ഓഫ് നഴ്സിംഗ് തുടങ്ങിയത് അങ്ങനെയാണ്. എറണാകുളം ജില്ലയിൽ അന്ന് മെഡിക്കൽ കോളേജ് ഉണ്ടായിരുന്നില്ല, ഇന്നിപ്പോൾ മെഡിക്കൽ കോളേജ് ഉണ്ട്. അന്ന് പള്ളുരുത്തിയിൽ ഒരു കോളേജ് ഓഫ് നഴ്സിംഗ് തുടങ്ങി. അങ്ങനെ പല സ്ഥലങ്ങളിൽ ഞാനിത് പറയുന്നത് ഇത്തരം പുതിയ സംവിധാനങ്ങൾ, പുതിയ സ്ഥാപനങ്ങൾ അന്ന് ആ ഗവൺമെൻറ്റിൻ്റെ കാലത്ത് കൊണ്ടുവരാൻ കഴിഞ്ഞു. നിങ്ങൾ കോഴിക്കോട് ജില്ലയിൽ നിന്ന് വന്നവരുണ്ടാവുമല്ലോ. ഇന്നും ആരാരും ശ്രദ്ധിക്കപ്പെടാത്ത ഒരു സ്ഥാപനം അവിടെയുണ്ട്. മാനസിക രോഗത്തിൻ്റെ ഗവേഷണവും ചികിത്സയും ഒപ്പം നടത്തുന്ന ഡോക്ടർ കൃഷ്ണകുമാർ അന്തരിച്ചു പോയി. അവിടെയുള്ള യുഹാൻസ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെൻ്റൽ ഹെൽത്ത് സെൻറ്റർ കേന്ദ്ര ഗവൺമെൻറ്റിന് 40 കോടി രൂപ കൊണ്ട് ഉണ്ടാക്കിയ ഒരു സ്ഥാപനമാണ്. അത് ഈ സംസ്ഥാനത്ത് യഥാർത്ഥത്തിൽ ഏറ്റവും കൂടുതൽ മാനസിക രോഗം ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഫീൽഡിലേക്ക് പോയിട്ട് ചികിത്സ കൊടുക്കാനും വീട്ടിൽ തന്നെ മരുന്ന് കൊടുക്കാനും പറ്റുന്ന വിധത്തിലുള്ള ഒരു പ്രവർത്തനം നടത്താൻ ഉദ്ദേശിച്ചാണ് ആ സ്ഥാപനം ഉണ്ടാക്കിയത്. പാലക്കാട് ജില്ലയിൽ നിന്ന് വരുന്നവർക്ക് ഓർക്കാനറിയാം, സെറിബ്രൽ പാൾസി പോലുള്ള ഏറ്റവും മാരകമായ ജനിതക രോഗങ്ങളുള്ള കുട്ടികളെ ചികിത്സിക്കാനും സർജറി നടത്താനും പറ്റുന്ന സൗകര്യങ്ങളോട് കൂടിയിട്ടുള്ള ഷൊർണൂരിലുള്ള ഐക്കോൺസ്. തിരുവനന്തപുരത്ത് ഇന്ന് കേരളം ലോകത്തിൻ്റെ മുൻപിൽ ഡയബറ്റിക്കിന് പിടിയിൽപ്പെട്ട 1ാമത്തെ രാജ്യവും കേരളം അതിൻ്റെ ഹെഡ്ക്വാർട്ടേഴ്സും. ഈ തിരുവനന്തപുരത്ത് നിങ്ങൾക്കൊക്കെ നന്നായിട്ട് അറിയാം, തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൻ്റെ കുറച്ചപ്പുറത്തോട്ട് പോയാൽ നമ്മുടെ ലെപ്രസി TB സാനിറ്റോറിയത്തിൻ്റെ പുലിയനാർ കോട്ടയുടെ തൊട്ടപ്പുറത്ത് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഡയബറ്റിക്സ്. ഞാൻ പറയും, ഈ സംസ്ഥാനത്ത് ഇതുപോലുള്ള ഈ ജീവിതശൈലി സംബന്ധമായ രോഗങ്ങൾ മാറ്റിയെടുക്കുന്നതിന് ഇതുപോലുള്ള സ്ഥാപനങ്ങളെ കേന്ദ്രീകരിച്ചുകൊണ്ട് പ്രവർത്തനം നടത്തുക എന്നുള്ളത് വളരെയേറെ പ്രധാനപ്പെട്ടതാണ്. ഞാൻ ഈ കഴിഞ്ഞ ദിവസം ഒരിക്കലും ശേഷം പോയിട്ടില്ല, 10 കൊല്ലത്തിന് ശേഷം അതിൻ്റെ ഡയറക്ടറിനെ വിളിച്ചു, ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഡയബറ്റിക്സ് ഒന്ന് വന്ന് കാണാൻ. ഞാൻ അത്ഭുതപ്പെട്ടു പോയി. അവിടെ എല്ലാ പരിശോധനയും ഡയബറ്റിക്കുമായി ബന്ധപ്പെട്ടുകൊണ്ട് സകല പരിശോധനയുമുള്ള ഒരുപാട് ആളുകൾ വരുന്ന, പക്ഷെ അതല്ല ഉദ്ദേശിച്ചത്. ഈ കേരളത്തെ ആകെ തന്നെ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഡയബറ്റിക്സ് എന്ന ആ സ്ഥാപനത്തിൻ്റെ ഭാഗമായി പല ബ്രാഞ്ചുകളും അനുബന്ധ സ്ഥാപനങ്ങൾ ഓരോ ജില്ലയിലും തുടങ്ങി. അത് കേന്ദ്രീകരിച്ച് കിഡ്നി സംബന്ധമായ രോഗം വരാതിരിക്കാൻ തക്ക വിധത്തിൽ എങ്ങനെ ഡയബറ്റിക്കിനോട് യുദ്ധം ചെയ്യാം, അത് പ്രചരിപ്പിക്കുന്നതിനും അത് ചികിത്സിക്കുന്നതിനും വേണ്ടി ഉള്ള കേന്ദ്രീകരിച്ചതാണ്. പ്രിയപ്പെട്ടവരെ, കഴിഞ്ഞ 10 കൊല്ലക്കാലം നമ്മൾ ഇപ്പം വിവരിക്കാൻ പറ്റാത്ത വിധത്തിലുള്ള മാറ്റങ്ങൾ നമ്മുടെ എല്ലാ ആശുപത്രികളിലും. നിരവധി മെഡിക്കൽ കോളേജ് ആശുപത്രി വന്നു, വീണ്ടും വീണ്ടും മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് പോവുകയാണ്. എനിക്കതിൽ വ്യക്തിപരമായിട്ട് എനിക്കതിനോട് യോജിപ്പേയില്ല. ഇപ്പോഴും ഞാൻ ആലോചിക്കുന്നത്, കാസർഗോഡ് ജനറൽ ആശുപത്രിയാക്കി മാറ്റിയപ്പോൾ കാസർഗോഡ് ഒരു മെഡിക്കൽ കോളേജ് വേണമെന്ന് പറഞ്ഞു. UDF ഗവൺമെൻറ് അതിൻ്റെ തുടക്കം കുറിച്ചു. മാനന്തവാടി ജില്ലാ ആശുപത്രി ഏറ്റവും നല്ല മനോഹരമായ
കൊളേജാക്കി. മഞ്ചേരിയിൽ വിമൻ ആൻഡ് ചിൽഡ്രൻ പ്രത്യേകം വലിയ ബഹുനില കെട്ടിടത്തിലേക്ക് മാറ്റണമെന്നുള്ള നിലയിൽ കെട്ടിടം പണിത് അതിനെ മാറ്റാൻ വേണ്ടി തീരുമാനിച്ചപ്പോൾ UDF ഗവൺമെന്റ് അന്ന് ശിവകുമാറിന്റെ നേതൃത്വത്തിൽ അത് മെഡിക്കൽ കോളേജാക്കി. പാലക്കാട് ഏറ്റവും നല്ല ജില്ലാശുപത്രി WNC പ്രത്യേക വിഭാഗം UDF ഗവൺമെന്റ് വന്നപ്പോൾ അവിടെ SC ST എന്നുള്ള നിലയിൽ അവിടെ ഒരു കോളേജ് ഉണ്ടാക്കി. പത്തനംതിട്ട ജനറൽ ആശുപത്രി ജില്ലാശുപത്രി ജനറൽ ആശുപത്രിയാക്കി ഏറ്റവും നല്ല ഒരു ആശുപത്രിയാക്കി മാറ്റിയപ്പോൾ കോന്നിയിൽ അന്ന് അടൂർ പ്രകാശന് തോന്നി ഒരു കുറച്ച് നാള് ഹെൽത്ത് മിനിസ്റ്റർ ആയിരുന്നപ്പോൾ ജനറൽ ആശുപത്രി കേന്ദ്രീകരിച്ച് അവിടെ ഒരു മെഡിക്കൽ കോളേജ് ആക്കാം. ഇന്നിപ്പോ കേരളത്തിലെല്ലാം മെഡിക്കൽ കോളേജും ഉണ്ട് എന്ന് പറഞ്ഞിട്ട് ഈ മഞ്ചേരിയിൽ നഷ്ടപ്പെട്ട ചികിത്സാ സൗകര്യം എത്രത്തോളം വലുതാണെന്ന് ആരെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? മഞ്ചേരി എന്ന് പറയുന്ന ഏറ്റവും വലിയ ജില്ലയായ മലപ്പുറത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ആശുപത്രി മഞ്ചേരിയിലെ ചികിത്സാ സംവിധാനം സൗകര്യവും എത്രത്തോളം നഷ്ടപ്പെട്ടു. നമുക്ക് പ്രൈവറ്റ് മേഖലയിൽ എത്ര മെഡിക്കൽ കോളേജാണുള്ളത്? ആയിക്കോട്ടെ, ഒരു 4 or 5 മെഡിക്കൽ ഇടുക്കിയിലെ മെഡിക്കൽ കോളേജ് 2 കൊല്ലം പിന്നീട് പ്രവർത്തിച്ചില്ല. അന്ന് ആ ജില്ലാശുപത്രിയിൽ പുതിയ കെട്ടിടമെടുത്ത് നല്ല സൗകര്യങ്ങളാക്കിയപ്പോൾ അന്നത്തെ UDF സർക്കാർ ധരിച്ചു ഇതൊരു മെഡിക്കൽ കോളേജാക്കാം. അങ്ങനെയാണ് അത് മെഡിക്കൽ കോളേജാക്കിയത്. ഈ മെഡിക്കൽ കോളേജ് എല്ലാം കൊണ്ടത് UDF അഭിമാനിക്കുന്നു. പക്ഷേ മെഡിക്കൽ കോളേജ് കൊണ്ടുവന്നു ചികിത്സാ സൗകര്യം പൂർണ്ണമായും നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് അവിടെയെല്ലാം ഉണ്ടായത്. മറിച്ച് ചെയ്യേണ്ടിയിരിക്കുന്നത് മെഡിക്കൽ കോളേജ് വേണോ, കൊണ്ടുവരാം. പക്ഷെ ആദ്യം ആ ജില്ലാശുപത്രി ജനറൽ ആശുപത്രിയിലോ സൂപ്പർ സ്പെഷ്യാലിറ്റി സൗകര്യങ്ങളോടുകൂടിയ സകല സംവിധാനങ്ങളും ഒരുക്കിയിട്ട് വേണം മെഡിക്കൽ കോളേജ് പ്രവർത്തിക്കാൻ. അല്ലെങ്കിൽ പിന്നെ ആരാ സൂപ്പർ സ്പെഷ്യാലിറ്റിയുടെ? കാർഡിയോളജി ഇല്ലാത്ത മെഡിക്കൽ കോളേജ് എന്താ? കാർഡിയോളജി തെറസിക് ഇല്ലാത്ത മെഡിക്കൽ കോളേജ് ആശുപത്രി എന്താ? അപ്പൊ ഇപ്പൊ ഇനി വീണ്ടും മെഡിക്കൽ കോളേജ് തിരുവനന്തപുരത്തും ഹരിപ്പാടും കൊണ്ടുവരാം. ഹരിപ്പാട് താലൂക്ക് ആശുപത്രിയെ ലക്ഷ്യമിട്ടായിരിക്കും അവർ മെഡിക്കൽ കോളേജ് കൊണ്ടുവരാൻ പോകുന്നത്. മെഡിക്കൽ കോളേജ് അല്ല ആദ്യം വേണ്ടത്. ഹരിപ്പാട് ഒരു മെഡിക്കൽ കോളേജ് വേണമെന്നുണ്ടെങ്കിൽ ഹരിപ്പാട് താലൂക്ക് ആശുപത്രിയിൽ 1 കൊല്ലമോ 2 കൊല്ലമോ കൊണ്ട് ഏറ്റവും വിപുലമായ സൗകര്യങ്ങളോട് കൂടിയിട്ടുള്ള ഒരു ചികിത്സാ സംവിധാനം, അതിൽ സൂപ്പർ സ്പെഷ്യാലിറ്റി സൗകര്യങ്ങളോട് ഒരുക്കിയിട്ട് വേണം അവിടെ 100 കുട്ടികളെ പ്രവേശിപ്പിക്കാൻ. ആദ്യം ചികിത്സ സൗകര്യം, പിന്നീട് മെഡിക്കൽ കോളേജ്. ഇതാണ് ഇപ്പം തന്നെ എത്ര 10-25 പ്രൈവറ്റ് മെഡിക്കൽ കോളേജ്, 14 ഗവൺമെൻറ് മെഡിക്കൽ കോളേജ്. പക്ഷേ ആ മെഡിക്കൽ കോളേജിൻ്റെ സൗകര്യത്തെ നോക്കുമ്പോൾ കോട്ടയത്തോ തിരുവനന്തപുരത്തോ ഒന്നും ഉള്ളതില്ല. ഏതായാലും ഞാനത് സാന്ദർഭികമായി പറഞ്ഞതേ ഉള്ളൂ. എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, സമയം വൈകും. ഞാൻ ഉദ്ദേശിക്കുന്ന ഒരു കാര്യം ഇതാണ്. നമുക്ക് ഇന്നിപ്പോൾ ഈ സംസ്ഥാനത്തിനകത്ത് നിങ്ങൾ നേരിടാൻ പോകുന്ന ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാവും. അത് ട്രാൻസ്ഫറുമായി ബന്ധപ്പെട്ടുകൊണ്ട് അതൊരു ഭാഗം മാത്രമാണ്. നിങ്ങളുടെ ആനുകൂല്യങ്ങളും നിങ്ങളുടെ പ്രയാസങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് അപേക്ഷിച്ചാൽ അതും നിരാകരിക്കപ്പെടുന്ന അവസ്ഥ ഉണ്ടായേക്കും. കാരണം അത്തരത്തിൽ ഒരു മാസം പോലെ സാധാരണ നമ്മൾ പറയാറുണ്ട് ഫസ്റ്റ് ഇംപ്രഷൻ വിൽ ബി ദ ബെസ്റ്റ് ഇംപ്രഷൻ. പക്ഷേ ഫസ്റ്റ് ഇംപ്രഷൻ ഇപ്പോൾ ബാഡ് ഇംപ്രഷൻ 1 മാസം കൊണ്ടായി കഴിഞ്ഞു. അത് പ്രത്യേകിച്ചും ആരോഗ്യ മേഖലയെ സംബന്ധിച്ച് അത് പറയുന്നതിനോ വളരെ മോശമായിട്ട് നമ്മുടെ മുൻ ആരോഗ്യമന്ത്രിയെക്കുറിച്ച് പറയുന്നത് ഇവിടെ തോൽക്കാത്തത് ആരാ ഉള്ളത്? ഏത് മുന്നണിയാണ് തോൽക്കാത്തത്? ഏത് വ്യക്തിയാണ് തോൽക്കാത്തത്? വിജയവും പരാജയവും എല്ലാം പല ഘടകങ്ങളിൽ കിടക്കുകയാണ്. അതൊന്നും ഏതെങ്കിലും ഒരു വ്യക്തി മാത്രം വിചാരിച്ചാൽ ഒരു വ്യക്തിയുടെ കുറവ് കൊണ്ട് തോറ്റുപോയി അല്ലെങ്കിൽ ഒരു വ്യക്തിയുടെ മേന്മ കൊണ്ട് ജയിച്ചു എന്ന് പറയാൻ ആർക്കും കഴിയില്ല. ഇപ്പോൾ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ മുൻ ആരോഗ്യമന്ത്രി തോറ്റു കുത്തിയിരിക്കട്ടെ, വീട്ടിൽ പോയി അവിടെ എന്തൊക്കെ പണി നോക്കട്ടെ. ഇതൊക്കെ ഒരു രംഗത്തും പ്രത്യേകിച്ച് ഒരു മിനിസ്റ്ററും മറ്റൊരു മിനിസ്റ്ററെ കുറിച്ച് പറയാൻ പാടില്ലാത്ത രീതിയിലാണ് കാര്യങ്ങൾ വന്നിട്ടുള്ളത്. ഏറ്റവും പ്രതിഷേധാർഹമാണത്. അത് പാടില്ല. വാക്കുകൾ ഏറ്റവും മിതത്വമായി അതുപോലെ ഗിവ് റെസ്പെക്റ്റ് ആൻഡ് ടേക്ക് റെസ്പെക്റ്റ് എന്നാണ്. അങ്ങോട്ടും ബഹുമാനം, ഇങ്ങോട്ടും ബഹുമാനം. തീർച്ചയായിട്ടും അതാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. LDF ആവട്ടെ UDF ആവട്ടെ, നമ്മളെല്ലാം പ്രതീക്ഷിക്കുന്നത് ജനനന്മയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു ഭരണമാണ്. ജനങ്ങൾക്ക് വേണ്ടി ജനകീയമായിട്ടുള്ള ഇടപെടലുകൾ നടത്തുന്ന ഒരു ഗവൺമെൻറ്, മന്ത്രിമാർ, മുഖ്യമന്ത്രി, ഇതാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. പക്ഷേ കഴിഞ്ഞ മാസം ഒട്ടനവധി വിവാദങ്ങൾ ഒന്നിനൊന്ന് ഓരോ ദിവസവും അടിക്കടി വരുന്ന ഒരു സ്ഥിതി ഉണ്ടായി. ഇതല്ലല്ലോ ടീം UDF എന്ന് പറഞ്ഞു. പക്ഷെ ഇപ്പം നമ്മൾ സംശയിക്കുന്നത് ടീം മുഖ്യമന്ത്രി, ടീം ആഭ്യന്തരമന്ത്രി, ടീം ആരോഗ്യമന്ത്രി എന്നാണ്.
എന്ത് ടീം UDF? മുഖ്യമന്ത്രി പറഞ്ഞതിനോട് യോജിക്കുന്ന മന്ത്രിമാരല്ല. പലരും അവരുടെ അഭിപ്രായം വെട്ടി തുറന്ന് പറയുകയാണ്. വളരെ കുറച്ച് കഷായം കുടിക്കേണ്ടി വരും കേരളത്തിലെ ജനങ്ങള് തീർച്ചയായിട്ടും ഇതെല്ലാം തിരിച്ചറിഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. വളരെ വളരെ അപകടകരമായ ഒരു രാഷ്ട്രീയ സാഹചര്യത്തിലേക്ക് പ്രത്യേകിച്ചും കേന്ദ്ര ഗവൺമെന്റ് സമീപനവും അതുമായി സമരസപ്പെട്ടു പോകുന്ന ഒരു സ്റ്റേറ്റ് ഗവൺമെന്റും എന്ന് വന്നാൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നത് കേരളത്തിലെ ജനങ്ങളായിരിക്കും, അധ്വാനിക്കുന്നവരായിരിക്കും, കർഷകരും തൊഴിലാളികളും സർവീസ് മേഖലയിലുള്ളവരായിരിക്കും. ഏതായാലും കേരളത്തിലെ ഏറ്റവും കരുത്തുറ്റ ഒരു പ്രസ്ഥാനം സർവീസ് മേഖല എന്ന് പറയുമ്പോൾ തികച്ചും സർവീസ് തന്നെയാണ്. അത് ആ വാക്ക് ഉപയോഗിക്കുന്നത്. പക്ഷേ ഏത് സർവീസ് മേഖലയെക്കാളും കഠിനാധ്വാനവും അങ്ങേയറ്റം ക്ഷമയും സഹിഷ്ണുതയും കൈമുതലുള്ള ആളുകൾ ജോലി ചെയ്യുന്ന ഒരു മേഖല. ഏതെങ്കിലും ഒരു ചെറിയ പരാതി കൊണ്ട് ഒരുപാട് വിമർശനം കേൾക്കേണ്ടി വരുന്ന ഒരു മേഖല. ചെറിയ പരാതിയായിരിക്കാം, പക്ഷെ കേൾക്കുന്ന വിമർശനം മറ്റുള്ളവർ കേൾക്കുന്ന വിമർശനമല്ല. അത്ര കടുത്ത വിമർശനവും ആക്ഷേപവും അധിക്ഷേപവും എല്ലാം കേട്ടാലും ഇതെല്ലാം ഞാൻ ഈ ഇവിടെ ഇരിക്കുന്ന എൻ്റെ മുന്നിൽ നിൽക്കുന്ന രോഗിക്ക് വേണ്ടിയാണ്, ആ രോഗിയുടെ ജീവൻ രക്ഷിക്കാൻ വേണ്ടിയാണ് പെടാപ്പാട് വിടുന്നത്. മനസ്സിൽ അടക്കി വെച്ച് പ്രവർത്തിക്കുന്ന ഈ കേരളത്തിലെ നമ്മുടെ ക്ഷമയുടെ സഹിഷ്ണുതയുടെ മൂർത്തിമത് ഭാവങ്ങളാണ് കേരളത്തിലെ നമ്മുടെ നഴ്സുമാർ. എന്തെല്ലാം വിഷമമുണ്ടെങ്കിലും അവരതിനെയെല്ലാം തരണം ചെയ്ത് മുന്നോട്ട് പോവുകയാണ്. പക്ഷെ അതോടൊപ്പം നമ്മൾ ചെയ്യേണ്ടിയിരിക്കുന്ന നമ്മുടെ ആവശ്യങ്ങൾ നിരാകരിക്കപ്പെടുന്ന ഒരു ഘട്ടത്തിൽ ഒരു കാരണവശാലും നമ്മൾ ഒരു തരത്തിലുള്ള ദൗർബല്യവും കാണിക്കേണ്ടതില്ല. വളരെ ശക്തമായിട്ട് മുന്നോട്ട് പോകാൻ കഴിയണം. കൂടുതൽ കരുത്തോടുകൂടി മുന്നോട്ട് പോകാൻ കഴിയണം. അറച്ചു നിൽക്കേണ്ടുന്ന ഒരാവശ്യവും നമുക്കില്ല. എന്തിനേയും നമ്മൾ ആ രൂപത്തിൽ ഭയപ്പെടുന്നുമില്ല. അവകാശ പോരാട്ടങ്ങളുടെ മുന്നിൽ എത്തിക്കഴിഞ്ഞാൽ അതിൻ്റെ മുൻപിൽ നിൽക്കുക എന്നുള്ളതാണ് നമ്മുടെ കരുത്തുറ്റ പ്രസ്ഥാനത്തിൽ അണിനിരന്നിട്ടുള്ളവരുടെ ഉത്തരവാദിത്വം.